ഹലോ ഗായ്സ്, നമ്മൾ ഒരുപാട് രീതിയിൽ പാസ്ത അല്ലെങ്കിൽ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. ആദ്യം ഞാൻ നമ്മുടെ മക്രോണി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലോട്ട് മക്രോണി ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് നമ്മളത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മക്രോണി നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. പാസ്ത വേവിക്കാൻ വെച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇനി ഇതെല്ലാം റെഡിയാവുന്ന സമയം കൊണ്ട് അതിലോട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നമ്മൾ ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. ഒരു പാനിലോട്ട് അല്പം ബട്ടർ ചേർത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് ഇനിയൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പോ ഒന്നും ഇതിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു അളവിൽ കൂടുതൽ എടുക്കും ചെയ്യരുത്. തക്കാളി ഉള്ളിയൊക്കെ ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ മതി. കൂടി പോയാൽ നമ്മുടെ പാസ്തയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. നമ്മൾ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് വെന്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റിയിട്ട് അതിലോട്ട് ഞാനൊരു 2 കഷ്ണം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ബട്ടറിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി വെച്ച ശേഷം അതും നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒറിഗാനോ. അതും നമുക്ക് ആവശ്യത്തിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള പാസ്തയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് മൈദപ്പൊടി കലക്കിയ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റിക്കി രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മസാലയൊക്കെ ആ ഒരു പാസ്തയിൽ ഒട്ടിപ്പിടിച്ച് കിട്ടാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒറിഗാനോ പാസ്ത റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഒറിഗാനോയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.